ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സാമ്പാർ ഉണ്ടാക്കിയാലോ. കുറച്ച് തോരമ്പരിപ്പെടുത്ത് വൃത്തിയാക്കിയെടുക്കുക കുക്കറിൽ. പിന്നെ ചേന, പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങ്, വഴുതനങ്ങ, ക്യാരറ്റ്, സവാള ഇതെല്ലാം സ്ക്വയറിൽ കട്ട് ചെയ്യണം. പിന്നെ കുറച്ച് ബീൻസ്, വെണ്ടയ്ക്ക, തക്കാളി, പച്ചമുളക്, കുറച്ച് കറിവേപ്പില. നമ്മളെല്ലാ വെജിറ്റബിളും ഇടണം, പക്ഷെ വെണ്ടയ്ക്ക ഇടാൻ പാടില്ല. വെണ്ടയ്ക്ക നമ്മൾ സെപ്പറേറ്റ് വഴറ്റിയാണ് ഇടുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ ഈ പച്ചക്കറിയുടെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് വെള്ളം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത്, വെള്ളം കൂടാൻ പാടില്ല, കുറച്ച് വെജിറ്റബിളിൻ്റെ മണ്ട കേൾക്കണം. അപ്പോൾ ഒത്തിരി വെള്ളം എടുക്കാൻ പാടില്ല. അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെക്കുവാണ്. അപ്പം നമ്മുടെ വെജിറ്റബിളെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. കുക്കറിൽ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മളത് ആവി പോകുന്നിടം വരെ വെക്കണം, നല്ല തുറക്കാൻ പാടില്ല കേട്ടോ, സ്വന്തമായിട്ടാണ്. എന്നിട്ട് നമുക്ക് കടുവറുക്കാൻ കുറച്ച് വേറെ കുഞ്ഞുള്ളി എടുക്കണം. പിന്നെ നമ്മുടെ കുറച്ച് പുളി വേണമല്ലോ നമ്മുടെ സാമ്പാറിന്. പിന്നെ കുറച്ച് പച്ചമുളക് എടുക്കണം കേട്ടോ. അപ്പോൾ അതെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് മല്ലിയില, പിന്നെ നമ്മുടെ വെണ്ടയ്ക്ക് നമുക്ക് വഴറ്റിയിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചീനിച്ചിട്ട് അടുപ്പത്ത് വെച്ച് നമ്മുടെ വെണ്ടയ്ക്ക കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് വെണ്ടയ്ക്ക വഴറ്റി, വെണ്ടയ്ക്കകത്ത് വഴറ്റുന്ന സമയത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി നമ്മൾ സാമ്പാറിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളകി കൊടുക്കുക. അതിനുശേഷം നമുക്ക് കടുക് വറുക്കാം കേട്ടോ. ആ സെയിം ചീനച്ചട്ടി തന്നെ വെച്ചാൽ അതിനകത്തേക്ക് കുറച്ച് വെള്ളം എണ്ണ ഒഴിച്ച്, പിന്നെ കുറച്ച് കടുക് പൊട്ടിച്ച്, അതിനുശേഷം നമ്മുടെ ഏറെക്കുണ്ടായിരുന്ന കുഞ്ഞുള്ളിയും നമ്മുടെ വറ്റൽമുളകും കറിവേപ്പില എല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഞാൻ യൂണിറ്റ് ടെസ്റ്റിന് സാമ്പാർ പൊടിയാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് കുറച്ച് സാമ്പാർ പൊടി, കുറച്ച് മുളക് പൊടി കൂടി ഇടണം കേട്ടോ. കാരണം എനിക്ക് സാമ്പാർ ചുമന്നിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മുളക് പൊടി ഇടുന്നത്. അതെല്ലാം കൂടെ നമ്മൾ ആ മസാലയുടെ പച്ചമണം എല്ലാം മാറിക്കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സാമ്പാറിലേക്ക് ഇട്ട് നമ്മുടെ ആ മല്ലിയിലയും കൂടി ഇട്ട് കുറച്ച് കായപ്പൊടിയും കൂടി ഇടണം. കായപ്പൊടി ഇടാൻ മറക്കരുത്, എന്നാലേ നമ്മുടെ സാമ്പാറിൻ്റെ സ്മെല്ല് വരത്തുള്ളൂ. അതിനുശേഷം എല്ലാം കൂടി ഇട്ട് ഇളക്കി നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പം നമ്മുടെ സാമ്പാർ റെഡി. എല്ലാവരും പരീക്ഷിച്ച് നോക്കണേ.